ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കോളിഫ്ലവർ പറിച്ച് ഫ്രൈ ചെയ്ത് റോസ്റ്റ് ചെയ്തെടുക്കാം. അത് എണ്ണ പിടിക്കാത്ത രീതിയിൽ ഫ്രൈ ചെയ്യുന്നിട്ട് ഒരു ട്രിക്കും പറഞ്ഞുതരാം. ഞാനിത് കുറച്ച് അടത്തി എടുത്ത് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പറിക്കേണ്ട ദിവസം കഴിഞ്ഞ് 1-2 ദിവസം കൂടെ ആകുമ്പോൾ തന്നെ ഇതിങ്ങനെ പൊക്കം വെക്കും. ഇത് കുഴപ്പമില്ല, ഇനിയും വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് കുറയും. നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന കോളിഫ്ലവർ ആണെങ്കിൽ ഇച്ചിരി ഉപ്പും മഞ്ഞളും ഇട്ട് ഒരു ചെറു ചൂടുവെള്ളത്തിൽ കഴുകിയെടുക്കണം. കാര്യം ഇതിങ്ങനെ വിരിഞ്ഞ് വരുന്ന സമയത്താണ് വിഷമൊക്കെ അടിക്കുന്നത്. നമ്മളതിനെ കൃഷി ചെയ്തെടുക്കുന്നതാണെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനിത് ആദ്യം ഒന്ന് നന്നായിട്ട് ആവി കയറ്റിയെടുക്കാൻ പോവാം. നന്നായിട്ട് കുക്കാവേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ആവി കയറ്റിയെടുത്താലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വറക്കുമ്പം ഒരുപാട് എണ്ണ ഇതേ പിടിക്കത്തില്ല. നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ആവശ്യമുള്ളൂ, ഒരുപാട് കുക്കാവേണ്ട ആവശ്യമില്ല. ഇതൊന്ന് തണുക്കാൻ വെക്കാം. കോളിഫ്ലവർ നാറി വരുന്ന സമയം കൊണ്ട് നമുക്കൊരു മിശ്രിതം ഉണ്ടാക്കാം. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനുള്ളൊരു മിശ്രിതം. ഒരു 1.5 കപ്പ് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, അതൊന്ന് ക്രിസ്പിയായിട്ട് കിട്ടാൻ വേണ്ടിയാണ്. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, നല്ലൊരു കളർ കിട്ടും. ഒരു 1/4 സ്പൂൺ ഇഞ്ചിപ്പൊടി, 1/4 സ്പൂൺ വെളുത്തുള്ളിയുടെ പൊടി. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പൊടി ഇല്ലെങ്കിൽ അതൊന്ന് അരച്ചെടുത്താലും മതി. ഒരു നുള്ളു കായം, ഉപ്പ്, ഇതെല്ലാം കൂടി ആദ്യം നമുക്കൊന്ന് മിക്സ് ചെയ്യാം. വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഒരുപാട് ലൂസാവരുത്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഒട്ടും കട്ട കെട്ടാതെ ഇളക്കിയെടുക്കണം. ഉപ്പൊക്കെ പാകമാണെന്ന് നോക്കാം. ചൂടായ പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എല്ലാം ചൂടായതിലേക്ക് ഓരോന്നോരോന്ന് ഈ മിശ്രിതത്തിൽ മുക്കി നമുക്ക് പൊരിച്ചെടുക്കാം.
ഫ്രൈ ചെയ്തെടുത്ത കോളിഫ്ലവറിനെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ഫ്രൈ ചെയ്ത പാത്രത്തിലെ എണ്ണ മാറ്റി ഒന്ന് തുടച്ചൊക്കെ എടുത്തിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. നമ്മൾ ആ യൂസ് ചെയ്ത എണ്ണയിൽ നിന്ന് തന്നെ കുറച്ചെടുത്താൽ മതിയാവും. ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞ ഒരു 4-5 വെളുത്തുള്ളി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സവോള ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല കനം കുറച്ച് അരിഞ്ഞ 2 മീഡിയം സൈസ് സവോള. ഈ സവോള ഒന്ന് പൊരിഞ്ഞ് വരാൻ വേണ്ടി മാത്രം കുറച്ച് ഉപ്പ്. നമ്മൾ ഓൾറെഡി കോളിഫ്ലവറിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടല്ലോ. ക്യാപ്സിക്കമോ ഏതെങ്കിലും ദശക്കട്ടിയുള്ള മുളക്. ഇതൊരു ഭംഗി കൊടുക്കാനാണ്. വലിയ എരിവില്ല. സവോള ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് പൊടികൾ ചേർക്കാം. 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി തന്നെയാണ് ഞാൻ വീണ്ടും ചേർക്കുന്നത്. 1/2 സ്പൂൺ കുരുമുളക് പൊടി. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ കുരുമുളക് പൊടി കൂടുതൽ ചേർക്കാം. കാശ്മീരി മുളക് പൊടി ഇല്ലെങ്കിൽ സാധാ മുളക് പൊടി ചേർത്താൽ മതി. പക്ഷേ അത് അളവ് കുറച്ചേ ചേർക്കാവുള്ളൂ. കാശ്മീരി മുളക് പൊടി ആവുമ്പോൾ നല്ലൊരു കളറും കിട്ടും. ഞാനിതിലേക്ക് ഒരു 1/4 സ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി ചേർക്കുക. ഞാൻ പെരുംജീരകം വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇറച്ചിയൊക്കെ ചേർക്കാനായിട്ട് ഒരു 1/4 സ്പൂൺ ചേർത്തിട്ടുണ്ട്. 1/2 സ്പൂൺ ഗരം മസാല. പൊടികളെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1.5 തക്കാളി ചേർക്കുന്നുണ്ട്. പൊടികൾ ചേർത്തതിന് ശേഷം തക്കാളി ചേർക്കുന്നത്. തക്കാളി വേകുന്ന ജ്യൂസിൽ പൊടികൾ ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടും. നല്ലൊരു ടേസ്റ്റും ഉണ്ടായിരിക്കും. ഒന്ന് മൂടി വെച്ച് ആവി വരുമ്പോൾ തന്നെ തക്കാളി വെന്ത് കിട്ടും. ഉപ്പൊക്കെ പാകമാണെന്ന് നോക്കാം. ഇതിലേക്ക് നമുക്ക് ഈ കോളിഫ്ലവർ ഇട്ട് ഇളക്കാം. ഒട്ടും വെള്ളമായി ഇല്ലാതെ നല്ല ഡ്രൈ ആക്കി എടുക്കാം. ശകലനേരം കൂടെ ഇരുന്ന് ഒന്ന് നന്നായിട്ടൊന്ന് മുരിഞ്ഞൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു സെർവിങ് ഡിഷിലേക്ക് എടുക്കാം. ഇപ്പം നമ്മുടെ കോളിഫ്ലവർ ഡ്രൈ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അടിപൊളി. ആ സവാളയുടെ ഒരു ക്രിപ്സിനെസ് കിട്ടുന്നുണ്ട്. കോളിഫ്ലവർ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. വെളുത്തുള്ളിയുടെ ഒരു ചെറിയ ടേസ്റ്റും മൊത്തത്തിൽ സൂപ്പറാണ്. ചോറിനോ ചപ്പാത്തിക്കോ പൊറോട്ടയ്ക്കൊക്കെ ഇത് സൈഡ് ഡിഷായിട്ട് കഴിക്കാം. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇതേക്കുറിച്ചുള്ള അഭിപ്രായമൊക്കെ പറയണം കേട്ടോ. ഇനി ഒരു അടിപൊളി വീഡിയോ കാണാം.